അള്ളാഹുവിന്റെ കണ്ണുകളില് കാഫിർ എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഖിയാമത്ത് നാളിന് മുമ്പ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജ്ജാലിന്റെ വരവ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നുകയാണ്, ഇങ്ങനെയുള്ള ഒരാളെ നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ എന്ന്. നീളം കുറവുള്ള, കണ്ണൊക്കെ കുറച്ച് നല്ല വലിയ കണ്ണൊക്കെ ഉള്ള ഒരാളെ, അതാണോ ഇനിത്? എനിക്ക് തോന്നാ ഈ ദജ്ജാൽ എന്ന് പറഞ്ഞ ലോകാവസാനം ആവുമ്പോ മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും വരുമത്രേ. മക്കയുടെയൊക്കെ പരിസരത്തൊക്കെ വരും. മദീനയിലെ ചതുപ്പ് ഭൂമിയിൽ വരെ അവനിടങ്ങും. അപ്പൊ മദീനയില് ഭൂകമ്പമൊക്കെ ഉണ്ടാവും, പ്രകമ്പനം ഉണ്ടാകും. അതുമൂലം എല്ലാ സത്യനിഷേധികളും കപട വിശ്വാസികളും പുറത്തു വരും എന്നൊക്കെയാണ് ദജ്ജാലിന്റെ വരവറിയുന്നത്. അങ്ങനെയൊക്കെയാണ്. അത് കൂടാതെ ഈ അന്ത്യദിനത്തിന് മുന്നോടിയായിട്ട് 30ഓളം പെരും നുണയന്മാരായ വഞ്ചകന്മാരായ ദജ്ജാലുകൾ കടന്നു വരും അത്രേ. അവരെല്ലാം എന്നിട്ട് പറയും അള്ളാഹുവിന്റെ റസൂലാണ് താൻ എന്ന് പറഞ്ഞ് സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് വാദിക്കുമെന്നാണ്. എങ്കിൽ അവസാനം കടന്നു വരുന്ന പെരുന്നുണയനായ കാപട്യക്കാരനായ വഞ്ചകനായ ദജ്ജാലാണ് ശരിക്കും ദജ്ജാൽ. എനിക്ക് തോന്നുന്നുണ്ട് അത് ശരിയാണെന്ന്. കാരണം BJP അധികാരമേറ്റത് മുതൽ അമിത്ഷാ വരുന്നത് വരെയുള്ള കാലം നോക്കുമ്പോൾ ഒരു 10-30 ദജ്ജാൽ എന്തായാലും വന്നു കഴിഞ്ഞു. പക്ഷെ ഈ പൗരത്വ നിയമവുമായി വന്ന ദജ്ജാല് തന്നെയാണ് ഭയങ്കര ഭീകര ഒറിജിനൽ ദജ്ജാൽ, അല്ലെ? അതിനേക്കാളും വലിയ ദജ്ജാലൊന്നും ഇനി വരാനില്ല. ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥം നാട്യക്കാരൻ, വഞ്ചകൻ, കള്ളം പറയുന്നവൻ, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവൻ, ചായം തേക്കുന്നവൻ, ധാരാളം യാത്രയൊക്കെ ചെയ്യുന്നവൻ, നല്ല സമ്പന്നനായിട്ടുള്ള ധനവാൻ എന്നൊക്കെയാണ്. ഭയങ്കര കൺഫ്യൂഷനായി. കാരണം ധാരാളം സഞ്ചരിക്കുന്നവനും മേക്കപ്പ് ചെയ്യുന്നവനും ചായം തേക്കുന്നതൊക്കെ നമ്മളുടെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ നാട്യക്കാരനും വഞ്ചകനുമായ ധാരാളം കള്ളം പറയുന്ന ആൾ നമ്മളുടെ ആഭ്യന്തരമന്ത്രിയാണ്. ആരാണ് ഈ ദജ്ജാൽ? അപ്പോ എനിക്ക് തോന്നുകയാണ് ഈ ദജ്ജാൽ എന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യർ തന്നെയാണ്. പ്രേതവും ഭൂതവും പിശാചൊന്നുമല്ല. ഇത്തരത്തിൽ മനുഷ്യരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്ന, ജീവിക്കാൻ സമ്മതിക്കാത്ത മനുഷ്യരാണ് ഏകാധിപതികളായ, വർണ്ണവെറിയന്മാരായ, ഫാസിസ്റ്റുകളായ ഭരണാധികാരികളാണ് ശരിക്കും ദജ്ജാലുകൾ. കാരണം എന്താ അറിയോ, ദജ്ജാലിനെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളും കേൾക്കുമ്പോൾ എനിക്കത് ഇവരെ കുറിച്ചാണ് തോന്നുക. ഒരു മഴയെ കാറ്റ് കൊണ്ടുപോകുന്നത് പോലെയാണ് ഇവൻ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അയാൾ ക്ഷണിക്കും. അപ്പൊ ഈ ആളുകള് അയാളിൽ വിശ്വസിക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യുമെന്നാണ്. ഈ ദജ്ജാലുകളെയൊക്കെ വിശ്വസിക്കുന്ന എത്ര മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട് നോക്ക്. അവൻ ആകാശത്തോട് ആജ്ഞാപിക്കുമ്പോൾ മഴ പെയ്യും, ഭൂമിയോട് ആജ്ഞാപിക്കുമ്പോൾ അവിടെ സസ്യങ്ങളൊക്കെ പൊട്ടി മുളയ്ക്കും. നാൽക്കാലികളെയൊക്കെ വളർത്തുന്ന നാൽക്കാലികളുടെയൊക്കെ സംരക്ഷകനാണ്. നാൽക്കാലികൾക്ക് നല്ല പാലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ദജ്ജാലിന്റെ വരവറിയുന്നത്. ഇതിപ്പോ അകിട് നിറഞ്ഞ പശുക്കളുടെ കാലമാണ്. അവർക്കാണ് ഇന്ത്യയിൽ മനുഷ്യനേക്കാൾ വിലയുള്ളത്. ഈ ദജ്ജാലുകളെ കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. അതൊന്നും കൂടാതെ നിങ്ങൾ നോക്ക്, ഇതിൽ പറയുന്നത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും രൂപമായിട്ടാണ് അവൻ വരിക. ഒരു കയ്യിൽ സ്വർഗം, ഒരു കയ്യിൽ നരകം. സ്വർഗമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നരകമായിരിക്കുമെന്നാണ്. സത്യമാണല്ലോ. ഈ പൗരത്വം നിഷേധിക്കുന്നത് കുറച്ചു പേർക്ക് മാത്രമാണ്. പൗരത്വം നിഷേധിച്ചുകൊണ്ട് ഡിറ്റൻഷൻ സെന്റർ എന്ന നരകത്തിലേക്ക് വിടുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ്. സ്വർഗം എന്നും പറഞ്ഞ ആരെയെ കാണിക്കുന്നേ? ഞങ്ങൾ പൗരത്വം തരാമെന്ന് പറഞ്ഞ് വേറെ കുറച്ചുള്ളവരെ സ്വർഗാണെന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നു. ഏതാ സ്വർഗം നരകം എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ദജ്ജാൽ വരുന്നതിന് മുമ്പ് കഠിനമായ 3 വർഷങ്ങൾ ഉണ്ടായിരിക്കട്ടെ, വറുതിയുടെ, ദാരിദ്ര്യത്തിന്റെ കാലം. അക്കാലത്ത് ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നുപോകും. ആദ്യ വർഷങ്ങളിൽ മഴയുടെ 1/3 ഭാഗമേ ഉണ്ടാകുള്ളൂ. പിന്നെ ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലും 1/3 ഭാഗം കുറയും. 2ാമത്തെ വർഷമാകുമ്പോൾ മഴ വീണ്ടും കുറയും, 2/3 ഭാഗം കുറയും. 3ാമത്തെ വർഷം മഴയെ തന്നെ ഇല്ലാതാകും, വരണ്ടുണങ്ങും, ഭൂമിയിൽ യാതൊന്നും ഇല്ലാതാകും, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാതാകും, ദാരിദ്ര്യം പിടിക്കും. പിന്നീട് ഒരു പച്ച ചെടി പോലും, ഒരു പച്ച ഇല പോലും മുളയ്ക്കാത്ത പോലെ ഭൂമി വരണ്ടുണങ്ങി പോകുന്നതാണ്. ചില മൃഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ നശിക്കും. ശരിയാണല്ലോ. പശു ഒഴികെയുള്ള എല്ലാ മൃഗങ്ങൾക്കും കഷ്ടകാലാണ്. കഠിനമായ കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷാമമാണ്, വരൾച്ചയാണ്. വരൾച്ച കഴിഞ്ഞപ്പോൾ പ്രളയമാണ്. അപ്പൊ ഈ ദജ്ജാൽ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത് സംഘപരിവാറാണ്. ഇതിനേക്കാൾ വലിയ ദജ്ജാൽ ഇനി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതന്നെയാണ് ദജ്ജാൽ. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏകാധിപതികളായ, ഫാസിസ്റ്റുകളായ, വർണ്ണവെറിയന്മാരായ ഭരണാധികാരിയാണ് ദജ്ജാൽ. മോദിയെയും അമിത്ഷായെയും പോലുള്ളവർ, നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളവർ. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിക്കുന്നവരാണ് ദജ്ജാലുകൾ ശരിക്കും. പക്ഷേ ദജ്ജാലിനെ കണ്ടാൽ ഓടി ഒളിക്കാനാണ്, ഓടി രക്ഷപ്പെടാനാണ് ഹദീസിൽ പറയുന്നത്. ദജ്ജാൽ വന്നാൽ അവനെ കാണാതിരിക്കുക, അവനെ കുറിച്ച് കേട്ടാൽ അവനിൽ നിന്നും മാറി നിൽക്കുക. കാരണം എന്താണെന്നറിയോ? ആരെങ്കിലും അയാളുടെ അടുത്ത് പോയിട്ട് അവനെ അത്ഭുതം കൂറി കണ്ട്
സംസാരിക്കുന്നത് കേട്ടാൽ പിൻപറ്റാൻ സാധ്യതയുണ്ടെന്നാണ്. പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഹദീസിൽ ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ അക്കാര്യത്തിൽ എനിക്ക് വലിയ കടുത്ത വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, ഈ ദജ്ജാലുകളെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊന്നല്ല ഓടിക്കേണ്ട, അടിച്ചോടിക്കുകയാണ് വേണ്ടത്. ഓരോരുത്തരും ഉമറും അലിയും ഒക്കെ ആയി മാറണം, ദജ്ജാലിനെ നേരിടണം. ഈസാ നബി ഒക്കെ വന്നിട്ട് ദജ്ജാലിനെ കൊല്ലുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈസാ നബി വരുമെന്ന് കരുതി നമുക്കിപ്പോ കാത്തിരിക്കാൻ സമയമില്ല. വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. ഓരോരുത്തരും സ്വയം ഓരോ ഈസാ നബികളാവുക. ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദജ്ജാൽ വരിക എന്നാണ് വളരെ സത്യമാണ്. കാരണം അങ്ങനെ രക്ഷകൻ എന്ന് പറഞ്ഞു തന്നെയാണ് മോദിയും അമിത്ഷായും ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാനാണ് നിങ്ങളുടെ ദൈവം, എന്നെ വിശ്വസിക്കുക എന്ന് തന്നെയാണ് ഈ ദജ്ജാലുകള് നിരന്തരം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിച്ചാണ് ഈ ദജ്ജാലുകൾക്ക് കുറെ പേര് വോട്ട് ചെയ്തതും അവർ അധികാരത്തിൽ വന്നതും അങ്ങനെയാണ്. ഈ ദജ്ജാലുകളുടെ പിന്നാലെ ഇപ്പോഴും മനുഷ്യർ ആരാധകർ നടപ്പുണ്ട്. ദജ്ജാലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യം കൂടി പറയാം. ഈ പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയാക്കിയിട്ട് ബാക്കി പറയാം. ഭൂമിയുടെ അതിർത്തിയിൽ ഖാഫ് എന്ന് പറയുന്ന ഒരു വലിയ പർവ്വതനിരയുണ്ട്. അതിനപ്പുറം മറ്റൊരു ഭൂമിയുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു അജ്ഞാത സ്ഥലത്ത് ഈ ദജ്ജാൽ ചങ്ങലയിൽ കിടക്കുകയാണ്. ആ സത്വത്തിന്റെ നെഞ്ചിൽ പർവ്വത സമാനമായ വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ്, ഈ സാധനം പുറത്തിയാടി പോവാതിരിക്കാൻ. മലയുടെ ഭാരം കൊണ്ട് ദജ്ജാലിന് നിവർന്ന് നിൽക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ ദജ്ജാൽ എന്താ ചെയ്യുന്നത്, ഭയങ്കര മൂർച്ചയുള്ള നാവുണ്ട്. നാവുകൊണ്ട് ഈ മല ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. ഒരാഴ്ച കൊണ്ട് ഈ മല നക്കി തീർക്കും ദജ്ജാല്. അപ്പോഴേക്കും തലസ്ഥാനത്ത് വേറൊരു മല വരും. ആ മല രൂപപ്പെടാനുള്ള കാരണം വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണത്രേ ഈ മല വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്, ദജ്ജാല് വരാതിരിക്കാൻ. ലോകാവസാനം അടുക്കുമ്പോൾ മുസ്ലിങ്ങൾ നന്മയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ അകന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ദജ്ജാല് ചങ്ങല പൊട്ടിച്ച് ഭൂലോകത്ത് വന്ന് താണ്ഡവം ആരംഭിച്ച് ഇവിടെ അക്രമം തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വലത് കണ്ണില്ലാത്തവനാണ്, ഇടത് കണ്ണിന് പ്രകാശം കൂടുതലുള്ളവനാണ്. അവന്റെ പക്കൽ എന്തുണ്ട്, അപ്പത്തിന്റെ മലകളും മദ്യത്തിന്റെ അരുവികളും ഉണ്ടാകും. വലത് കൈയിൽ നരകവും ഇടത് കൈയിൽ സ്വർഗവും ഉണ്ടാകും. വിശ്വാസികൾക്ക് സ്വർഗം നരകവും നരകം സ്വർഗവുമായി അനുഭവപ്പെടും. പടിഞ്ഞാറ് അതിർത്തിയിൽ നിന്ന് സംസാരിച്ചാല് എവിടെയാണ്, പൂർവാതിർത്തിയിൽ കേൾക്കുമെന്നാണ് ഇവന്റെ ദജ്ജാലിന്റെ ശബ്ദം. ഒരു പാദം പടിഞ്ഞാറ് അതിർത്തിയിലാണെങ്കിൽ മറ്റേ പാദം പൂർവ്വദിക്കിലായിരിക്കും. അയാളുടെ പിന്നാലെ ഭൂമിയിലെ നിക്ഷേപങ്ങൾ മുഴുവൻ ഉണ്ടാകും. സമ്പന്നനായിരിക്കും. റാണിയെ തേനീച്ച പിന്തുടരുന്നത് പോലെ സമ്പത്തുണ്ടാകും. അയാളുടെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അക്ഷരജ്ഞാനമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഈ കാഫിർ എന്ന് എഴുതിയത് വായിക്കാൻ പറ്റും. അത്രയും പ്രകടമായ ഹിന്ദുത്വം പ്രകടിപ്പിക്കുന്നവനായിരിക്കും. ആകാശത്തോട് മഴ പെയ്യാൻ ആജ്ഞാപിച്ചാൽ ആകാശം മഴ പെയ്യിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കും. ഭൂമിയോട് മുളപ്പിക്കാൻ പറഞ്ഞാൽ വിത്തുകളൊക്കെ ചെടികളൊക്കെ മുളച്ചു വരും. ഇതൊക്കെയാണ് ഭയങ്കരനായ ദജ്ജാൽ. സത്യാണ്, ഒറ്റ കണ്ണിനെ ഈ ദജ്ജാലുകൾക്ക് കാഴ്ചയുള്ളൂ. അവർക്ക് വേണ്ടത് മാത്രം കാണുന്ന ദജ്ജാലുകളാണിവർ. നിഷ്പക്ഷതയോ നീതിയോ ഒന്നും അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇവിടെ കിട്ടുന്നില്ല. കാരണം ഒരു കണ്ണിന് കാഴ്ചയില്ലല്ലോ, ഒരു വശത്തുള്ളവരെ അവർ കാണുന്നേയില്ല. കാഴ്ചയുള്ള കണ്ണുകൊണ്ട് ഹിന്ദുക്കളെ മാത്രമാണ് ഇവർ കാണുന്നത്. ഹിന്ദു രാഷ്ട്രം പണിയുകയാണ്. ജനങ്ങൾക്ക് വിശക്കുമ്പോൾ ആദ്യം വിശക്കുന്നവൻ ഞാനായിരിക്കും. ജനങ്ങൾ വിശപ്പടക്കുമ്പോൾ അവസാനം വിശപ്പടക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഖലീഫ ഉമർ നമുക്കുണ്ടായിരുന്നു. യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു നായ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും ഉമർ അതിന് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് ഭയന്ന് നല്ല ഭരണാധികാരിയായി ജീവിച്ച ഒരു ഉമർ. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉമർ ആവാൻ കഴിയണം. ആസാമിലെ ജനതയ്ക്കൊപ്പം നിൽക്കുവാനുള്ള കനിവും കരുത്തും നമുക്ക് അതിൽ നിന്നുണ്ടാകണം. അപ്പൊ പറഞ്ഞു വന്നത്, ദജ്ജാലിനെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കേണ്ടയും പ്രാർത്ഥിക്കേണ്ടയും സമയമാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എല്ലാവരും സ്വയം ഈസാ നബിയും ഉമറും അലിയും ഒക്കെ ആവുക. ദജ്ജാൽ അവതരിച്ചു കഴിഞ്ഞു. ഇതിനേക്കാളും വലിയ ദജ്ജാലുകളൊന്നും ഇനി വരാനില്ല. ഇത് തന്നെയാണ് ദജ്ജാൽ.